തിരുവനന്തപുരത്ത് കെ.പി.സി.സി അധ്യക്ഷൻ കെ സുധാകരൻ രമേശ് ചെന്നിത്തലയുമായി കൂടിക്കാഴ്ച നടത്തി. രമേശ് ചെന്നിത്തലയുടെ വസതിയിലെത്തിയായിരുന്നു കൂടിക്കാഴ്ച. പുനഃസംഘടനാ ചർച്ചകൾ നടക്കുന്നതിനിടെയാണ് കൂടിക്കാഴ്ച നടന്നിരിക്കുന്നത്. വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്നും ബിനിൽ ലീല സാബു ചേരുന്നുണ്ട്. ബിനിൽ, എപ്പോഴായിരുന്നു ഈ കൂടിക്കാഴ്ച? എന്തൊക്കെയാണ് ചർച്ചയായതെന്ന് സംബന്ധിച്ച് സൂചനകളുണ്ടോ? വിശദാംശങ്ങൾ. ഗൗതം, ഇക്കാര്യത്തിൽ 1 മണിക്കൂർ മുമ്പാണ് ഈ കൂടിക്കാഴ്ച നടന്നിട്ടുള്ളത്. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി നമ്മൾ ഈ കോൺഗ്രസ് നേതാക്കളോട് സംസാരിക്കുമ്പോൾ, പ്രത്യേകിച്ച് കെ.പി.സി.സി അധ്യക്ഷൻ, പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല ഇവരൊക്കെ ചോദിക്കുമ്പോൾ കൃത്യമായി പറയുന്നൊരു കാര്യം, ഇക്കാര്യത്തിൽ കാര്യമായ പുനഃസംഘടന നടക്കുന്നില്ല, അങ്ങനെ ഒരു ചാപ്റ്റർ തുറന്നിട്ടില്ല, അങ്ങനെ തുറക്കാത്ത കാര്യങ്ങൾ ഇങ്ങനെ സംസാരിക്കുക എന്നാണ് അവരുടെ പരസ്യമായ പ്രതികരണങ്ങൾ ഉണ്ടായിരുന്നത്. പക്ഷേ കോൺഗ്രസ് പാർട്ടിയിൽ അങ്ങനെയല്ല കാര്യങ്ങൾ. പുനഃസംഘടനാ ചർച്ചകൾ കാര്യമായി നടക്കുന്നത്. പ്രത്യേകിച്ച് കെ.പി.സി.സി അധ്യക്ഷനെ മാറ്റണം, പ്രതിപക്ഷ നേതാവിനെ മാറ്റണം തുടങ്ങിയ ചർച്ചകളൊക്കെ സജീവമായി തന്നെ പാർട്ടി അംഗങ്ങൾ തന്നെ കൃത്യമായി പറയുന്നുണ്ട്. അത് ഉൾപാർട്ടി ചർച്ചകൾ വരുന്നുണ്ട്. അതിന്റെ ഒരു പ്രതിഫലനം കൂടിയാണ് ഇപ്പോൾ രമേശ് ചെന്നിത്തലയുമായി കെ.പി.സി.സി അധ്യക്ഷന്റെ കൂടിക്കാഴ്ചയുടെ പൊരുൾ എന്ന് പറയാൻ കഴിയും. കാരണം പ്രത്യേകിച്ച് കഴിഞ്ഞ കുറച്ച് നാളുകളായി സംസ്ഥാന രാഷ്ട്രീയത്തിലേക്ക് രമേശ് ചെന്നിത്തല കടന്നു വരികയാണ്. നേരത്തെ മഹാരാഷ്ട്ര ചുമതലയായിരുന്നു അദ്ദേഹത്തിന് ഉണ്ടായിരുന്നത്. തുടർന്ന് ഇപ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്ത് നിൽക്കിയ അദ്ദേഹം സംസ്ഥാന രാഷ്ട്രീയത്തിലേക്ക് കടന്നു വരികയാണ്. ആ ഘട്ടത്തിൽ കൂടിയാണ് ഈ ചർച്ച ഏറ്റവും രാഷ്ട്രീയമായ പ്രാധാന്യം അതിനുണ്ടാവുന്നത്. കൃത്യമായി പറഞ്ഞാൽ കെ മുരളീധരൻ അടക്കം പറയുന്നത് കെ.പി.സി.സി അധ്യക്ഷനെ മാറ്റേണ്ട കാര്യമില്ല, അങ്ങനെ ഒരു ചർച്ച വന്നിട്ടേയില്ല എന്നൊരു മറുപടിയാണ് പരസ്യ പ്രതികരണങ്ങളിൽ കോൺഗ്രസ് നേതാക്കൾ പറഞ്ഞിരുന്നത്. പക്ഷേ അതിനിടെയാണ് ഇന്നിപ്പോൾ ഒരു കൂടിക്കാഴ്ച അല്പസമയത്തിനുള്ളിൽ തന്നെ നടന്നിട്ടുള്ളത്. അത് രമേശിന്റെ വസതിയിൽ, വഴുതക്കാട് വസതിയിൽ എത്തി നേരിട്ട് കണ്ടാണ് ചർച്ച നടത്തിയത്. വിശദാംശങ്ങൾ നമുക്ക് ലഭ്യമാകുന്നതേ ഉള്ളൂ. എന്തായാലും അത് കെ.പി.സി.സി പുനഃസംഘടനയുമായി ബന്ധപ്പെട്ട ചർച്ചയാണ് നമ്മളിപ്പോൾ മനസ്സിലാക്കുന്നത്. അതിനൊപ്പം തന്നെ എ.കെ. ആന്റണിയുടെ വീട്ടിലെത്തി അദ്ദേഹത്തെയും കെ സുധാകരൻ കണ്ടിട്ടുണ്ട്. അതിനും ഏറെ രാഷ്ട്രീയ പ്രാധാന്യമുണ്ടെന്ന് പറയാം. കാരണം ഇന്ന് കോൺഗ്രസിന്റെ ഒരു സമരം രാജ്ഭവനിലേക്ക് ഉണ്ടായിരുന്നു. അവിടെ കെ.പി.സി.സി അധ്യക്ഷൻ ഉണ്ടായിരുന്നു, പ്രതിപക്ഷ നേതാവ് ഉണ്ടായിരുന്നു, കെ മുരളീധരൻ ഉണ്ടായിരുന്നു. പക്ഷേ അവിടെ രമേശ് ചെന്നിത്തല ഉണ്ടായിരുന്നില്ല. അദ്ദേഹം പറഞ്ഞ കാര്യം യാത്രയിലായിരുന്നു, വന്നപ്പോൾ വൈകി എന്നൊരു മറുപടിയാണ് അദ്ദേഹം നടത്തിയത്. പക്ഷേ അദ്ദേഹം സംസ്ഥാന രാഷ്ട്രീയത്തിലേക്ക് കടന്നു വരികയാണ്. ആ ഘട്ടത്തിൽ അദ്ദേഹം പറഞ്ഞ കാര്യം, നിലവിൽ പുനഃസംഘടനയിൽ ചില അതൃപ്തികളുണ്ട്. പ്രത്യേകിച്ച് കെ.പി.സി.സി സെക്രട്ടറിമാരെ നിയമിക്കുമ്പോൾ തന്നെ ചില അസ്വാഭാവികതകൾ അല്ലെങ്കിൽ ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകുന്നുണ്ടെന്ന സൂചന അദ്ദേഹത്തിന്റെ പ്രതികരണങ്ങൾക്ക് ഉണ്ടായിരുന്നു. ആ ഘട്ടത്തിൽ കൂടിയാണ് കെ സുധാകരൻ അദ്ദേഹത്തെ നേരിട്ടെത്തി വീടെത്തി കണ്ടതെന്നാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. എന്തായാലും കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ അല്ലെങ്കിൽ കോൺഗ്രസിന്റെ പുനഃസംഘടന കാര്യമായി നടക്കുന്നതാണ് മനസ്സിലാക്കേണ്ടത്. ഇതിൽ പ്രത്യേകിച്ച് പുനഃസംഘടന കാര്യമായി ഇല്ല, അല്ലെങ്കിൽ കാര്യമായ സ്ഥാനചലനങ്ങളില്ല എന്ന് പറയുമ്പോൾ പോലും ഇത്തരത്തിൽ കൂടിക്കാഴ്ചകൾ നടക്കുന്നുണ്ട്. അത് പുനഃസംഘടന കാര്യമായി നടക്കുന്ന സൂചനയാണ് നൽകുന്നത്. എന്തായാലും ഏറെ രാഷ്ട്രീയ പ്രാധാന്യമുള്ള കൂടിക്കാഴ്ചയാണ് ഇന്ന് രാത്രി വൈകി നടന്നിട്ടുള്ളത്. ഗൗതം, ശരി. തിരുവനന്തപുരത്തും ബിനിലാണ് കൂടിക്കാഴ്ച സംബന്ധിച്ചുള്ള വിശദാംശങ്ങൾ പങ്കുവച്ചത്.